കാണിക്കാൻ നിങ്ങളെ പിടിച്ചിരുത്താനുള്ള ഉപാധിയാണത്. മനസ്സിലായി നിങ്ങൾക്ക്? അല്ലാതെ യവനെ നിങ്ങൾ ഇത് സീരിയൽ കണ്ടിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ ഈ ഇതെല്ലാം കാണിച്ച് നിങ്ങളെ എന്താ സൂചിപ്പിക്കാതിരിക്കാൻ കാശ് മുടക്കിയിട്ട് നിങ്ങളുടെ പരസ്യം കാണാനായിട്ട് നിങ്ങളെ പിടിച്ചിരുത്താനുള്ള വഴി. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരിടത്ത് പരസ്യം കാണുമ്പോൾ അപ്പുറത്തെ ചാനലിലോട്ട് പോയാൽ റിമോട്ട് വെച്ചിട്ട്, ഇപ്പൊ അതും പറ്റൂല. അപ്പുറത്തോ അത് കറക്റ്റ് സമയത്ത് പരസ്യം. അല്ല, എന്റെ കാശ് കൊടുത്ത് നീ മറ്റൊരു സീരിയൽ കാണാനാ? അത് സമ്മതിക്കില്ല അവര്. ഞാൻ കാശ് മുടക്കിയിട്ട് സീരിയൽ ഉണ്ടാക്കി വെച്ചിട്ട് നീ മറ്റവന്റെ സീരിയൽ പോയി കാണാൻ അവർ സമ്മതിക്കുക. അപ്പൊ ഇവർ രണ്ടുപേരും ഒരുമിച്ചിടും. ഒരു ചാനലിന്, ഏറ്റവും ലോ ചാനലിന് ഒരു മാസത്തേക്ക് ടേൺ ഓവർ എന്ന് പറയുന്നത് 80 ലക്ഷം രൂപയാണ്. ചെറിയ ചാനലിന്. ഏഷ്യാനെറ്റിനെ പോലൊക്കെ 3 കോടിയാണ് ടേൺ ഓവർ ഒരു മാസത്തെ. നിങ്ങൾക്കൊന്നും അറിഞ്ഞൂടാ ഇത്. ഈ പൈസക്ക് എവിടുന്നാ വരുന്നത്? ഇതെല്ലാം ഈ ചാനൽ വഴി ഈ കാര്യങ്ങളൊക്കെ ഏറ്റവും വലിയ നമ്മളെ തട്ടിപ്പിക്കുന്ന പ്രസ്ഥാനക്കാരാണ് അഡ്വർടൈസ്മെന്റ്, പരസ്യക്കാർ. നമ്മൾ ഒരു കാര്യം ഇന്ന് പോലൊക്കെ തീരുമാനിക്കുക, എന്ത്? പരസ്യത്തിൽ കാണുന്ന സാധനങ്ങൾ വാങ്ങില്ല, ശാപനം ചെയ്യണം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? പരസ്യം ഇല്ലാത്ത ഈ അയൽക്കൂട്ടങ്ങളുടെയൊക്കെ സാധനം ഉണ്ടല്ലോ, അതിനി മേടിക്കണം തിരിച്ച്. അതാണ് നല്ലത്. ഇതെന്താ സാധനം? നിങ്ങൾക്ക് പരസ്യത്തിന്റെ ഒരു കാര്യം പറയുമ്പോൾ തന്നെ ആണല്ലോ, സമ്മതിക്കാമല്ലോ. ഈ നുള്ളതിൽ വെച്ച് ലോകത്തിലെ ഏറ്റവും വലിയ വ്യാപാരമല്ല, ഏറ്റവും ഉത്തമമായ ഒന്നാം നമ്പർ എണ്ണ അല്ലെ ലോകത്തിൽ ഇന്ന് വിശ്വസിക്കാൻ കൊള്ളാവുന്ന അല്ലെ അവരുടെ പ്രൊഡക്റ്റിനെ പോലെ. ഒരു ഒറ്റ മിനിറ്റ്, ഇത് നിങ്ങളുടെ കയ്യിലോട്ട് പിടിച്ച്, ഇത് വേറെ പ്രൊഡക്റ്റാണ് സാർ. ഇതൊന്ന് കയ്യിലോട്ട് പിടിച്ച്, ഇത് വേറെ പ്രൊഡക്റ്റാണ്. ഇത് ഇന്ന് കയ്യിലോട്ട് പിടിച്ച്, ഇത് വേറെ പ്രൊഡക്റ്റാണ്. നിൽക്കണം, ഇതൊന്ന് പിടിച്ച്, ഇത് വേറെയാണ് പ്രൊഡക്റ്റ്. അതല്ല, ഏതെങ്കിലും പ്രൊഡക്റ്റ് വ്യത്യാസം ഉണ്ടെന്ന് പറഞ്ഞോളൂ. ഇത് ഒരെണ്ണത്തിന്റെ, ഇനി ഇത് വേറെ, ഇനി ഇത് വേറെ ആൾക്കാർ. ഇതാരെയാണ്? ബേബി കോക്കോയോ കോക്കോ ക്രീമോ ഒക്കെ പറഞ്ഞോളൂ. ഇത് അങ്ങോട്ട് പോട്ടെ. ഇതെല്ലാം തരുന്നതിന് ഒരു കാരണമുണ്ട്. ഞാൻ പറയാൻ പോകുന്ന കാര്യം ശ്രദ്ധിച്ചു. ഇതിന്റെ എല്ലാത്തിന്റെയും പേരിൽ എഴുതിയിരിക്കുന്ന കീ ഇൻഗ്രീഡിയൻസ് ഒന്നാണ്. വായിച്ചു നോക്കൂ. അതിന്റെ പേര് ഒന്നീ ലിക്വിഡ് പാരഫിൻ, അല്ലെങ്കിൽ മിനറൽ ഓയിൽ, അല്ലെങ്കിൽ ലിക്വിഡിയം പാരഫിയം, അല്ലെങ്കിൽ ന്യൂജ് ഓയിൽ, അല്ലെങ്കിൽ ഫാക്സ് ഓയിൽ. ഇതെല്ലാം പറയുന്ന ഒരെണ്ണത്തിന്റെ മണമില്ലാത്ത US കെറോസിൻ എന്ന് പറയുന്നതിന്റെ വേറെ വേറെ പേരുകളാണ്. US കെറോസിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മണ്ണെണ്ണ. അതിനകത്ത് എഴുതിയിട്ടുണ്ട്, അവർ ക്ലിയർ എഴുതിയിട്ടുണ്ട്. മിനറൽ ഓയിൽ എന്ന് പറഞ്ഞാൽ മണ്ണെണ്ണയാണെന്നുള്ളതിന്റെ തെളിവ് ഞാൻ നിങ്ങൾക്ക് തരാം. അതിനകത്ത് മിനറൽ ഓയിൽ ഉണ്ടോ നോക്കിക്ക്, ഉണ്ടോ? കീ ഇൻഗ്രീഡിയൻസും ഈ കാണുന്ന എല്ലാ ബോട്ടിലിനകത്ത് അപ്പൊ ഒറ്റ സാധനം മനസ്സിലായല്ലോ. കൊച്ചുങ്ങളുടെ കീപ് ഔട്ട് ഓഫ് ഫ്രീ ചിൽഡ്രൻ, കുട്ടികളുടെ 7 അയലത്ത് പോലും വെച്ചേക്കതെന്ന് അതിനകത്ത് എഴുതിയിട്ടുണ്ട്. എനിക്ക് നോക്കണം. ഇറിറ്റേഷൻ, സ്കിൻ ഇറിറ്റേഷൻ ഉണ്ടായാൽ അപ്പേ ഡിസ്കണ്ടിന്യൂസ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ചൊറിയുന്ന സാധനമാണെന്ന് വരെ അതിനകത്ത് എഴുതിയിട്ടുണ്ട്. ഇതിന്റെ എല്ലാത്തിന്റെയും കീ ഇൻഗ്രീഡിയൻസ് ഒന്ന് എന്താണ്? മിനറൽ ഓയിൽ. അതിനകത്ത് മിനറൽ ഓയിൽ, ഇതിനകത്ത് മിനറൽ ഓയിലാണോ? ഇതിനകത്ത് മിനറൽ ഓയിലാണോ? എന്റെ പിന്നെ ഇതിനകത്ത് വ്യത്യാസം മണം. ഏത് മണം ചേർക്കുന്നു ആ മണം ഇപ്പൊ ഞാൻ എണ്ണ ഉണ്ടാക്കിത്തരും. മണമില്ലാത്ത മണ്ണെണ്ണ എന്ന് പറഞ്ഞ സാധനം ഇതാണ്. ഇതാണ് ഈ ഇരിക്കുന്ന എല്ലാ കുപ്പിയുടെയും കളർ നോക്കിക്കോളൂ. വേറെ ഒന്നുമില്ല. ഇതിനകത്ത് ഏതിന്റെ മണം ഒഴിക്കുന്നു ആ മണമായിട്ട് നോക്കൂ. ഇതിന് മണമില്ലാത്ത മണ്ണെണ്ണ, ഒരു മണമില്ല. ഇപ്പൊ നോക്കിക്കോളൂ. ഇതെങ്ങനെയാണ് നിങ്ങളുടെ ഓരോ എണ്ണകളായിട്ട്. ഇത് ഏറ്റവും തമാശ, ഈ പാരച്യൂട്ട് എന്ന് പറയുന്ന ഈ വെളിച്ചെണ്ണയിൽ ഒരു തുള്ളി വെളിച്ചെണ്ണയില്ല. ഇത് ജാസ്മിൻ ഹെയർ ഓയിൽ. ജാസ്മിൻ ഇല്ലേ നടിയിരിക്കുന്നത് ജാസ്മിൻ, ഇത് മുല്ലപ്പൂവായിട്ട് യാതൊരു ബന്ധവുമില്ല. അതറിയാലോ, കെമിക്കലാണെന്നുള്ളവർ അറിയാലോ. ഈ കെമിക്കലിന്റെ എസൻസ് ആണിത്. ഇന്ന് മാർക്കറ്റിൽ ചവനപ്രകാശത്തിന്റെ വരെ എസൻസ് കിട്ടും, പേടിക്കണ്ട. എല്ലാ സാധനത്തിന്റെ എസൻസ് മാർക്കറ്റിലുണ്ട്. ആദ്യം ബിരിയാണി കാണിക്കുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. ബിരിയാണിയുടെ എസൻസിന്റെ ഇരിപ്പുണ്ട്, അതിന്റെ സ്പെഷ്യൽ ബിരിയാണിയുടെ എസൻസ് ഇരിപ്പുണ്ട്. നിങ്ങൾ ബിരിയാണിയുടെ അരി മേടിക്കുമ്പോൾ ഒരുപാട് ശ്രദ്ധിച്ചോണം. ആ പാക്കറ്റിന്റെ പുറത്ത് ക്ലിയർ എഴുതിയിട്ടുണ്ട് ഫ്ലേവറൈസ്ഡ് ബിരിയാണി റൈസ് എന്നാണ് എഴുതിയിരിക്കുന്നത്. ഫ്ലേവറൈസ്ഡ് എന്ന് പറഞ്ഞ അർത്ഥം മണം അടിച്ചതാണെന്ന്. നിങ്ങൾ നോക്കിക്കോളൂ. ഏത് ബിരിയാണി 140 രൂപ കൊടുക്കണം 1 കിലോ ബിരിയാണി അരിക്ക്. 25, 30, 40 നിങ്ങളുടെ കയ്യിലുള്ള പോക്കറ്റിലുള്ള കാശനുസരിച്ച് ബിരിയാണി അരി കിട്ടുമ്പോൾ ആലോചിക്കണം. ജാസ്മിൻ ഹെയർ ഓയിൽ രണ്ടും കൂടെ പോട്ടെ. ഇങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത്, മനസ്സിലായല്ലോ. വിറ്റാമിൻ E2 ഒഴിച്ചാൽ ഈ എണ്ണയാവും. ഏതാ?
ഇത് വിറ്റാമിൻ E2 മണമാണ്. ഈ മണം വിറ്റാമിൻ E2ന്റെ മണമാണ്. മനസ്സിലായോ? വേറെ ഒരു ചുക്കുമില്ല. ഹേമമാലിനെ വിളിച്ചുകൊണ്ടൊന്ന് പരസ്യം കാണിച്ചു കഴിഞ്ഞാൽ 150 രൂപ, സീരിയൽ വരിയായി കഴിഞ്ഞാൽ 75 രൂപ, ഇത്രയേ ഉള്ളൂ. വ്യത്യാസമുണ്ട്. കാശിന്റെ എങ്ങനെയുണ്ട് റേറ്റ് മനസ്സിലാകുന്ന മനസ്സിലായ? ഹേമമാലിനി വന്ന 150, സീരിയൽ വരിയായ 75, ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ഒരു കാര്യം ഓർത്തു വെച്ചോളൂ. ഇപ്പൊ തേങ്ങ വേണ്ട വെളിച്ചെണ്ണ ഉണ്ടാക്കാൻ, തേങ്ങയൊക്കെ നമ്മുടെ തേങ്ങ ഇപ്പൊ എന്നെ ഒരു കാര്യമുണ്ട്. തെങ്ങയില് തേങ്ങ പണ്ടുള്ളതിന്റെ ഒരു 10-25 കൊല്ലത്തിന് മുമ്പിട്ടുള്ള നാട്ടിലെ തെങ്ങിന്റെ ഒരു 110% പോയിട്ട് തേങ്ങ പോലെ നമ്മുടെ നാട്ടിലില്ല. ഉണ്ടാ ഇത്രയും പബ്ലിക് കൂടി, എന്നിട്ട് വെളിച്ചെണ്ണയുടെ ഉപയോഗം കൂടി. പക്ഷേ വെളിച്ചെണ്ണയ്ക്ക് വില കൂടുന്നുമില്ല. വെളിച്ചെണ്ണയ്ക്ക് എപ്പോഴാ വില കൂടുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അറിയോ? ക്രൂഡ് ഓയിലിന്റെ മാർക്കറ്റ് വില കൂടുമ്പോഴാണ് വെളിച്ചെണ്ണയ്ക്ക് വില കൂടുന്നത്. ശ്രദ്ധിച്ചോളൂ. ക്രൂഡ് ഓയിലിന്റെ മാർക്കറ്റിൽ എപ്പോ വില കൂടുന്നു അപ്പോഴെല്ലാം എണ്ണയ്ക്കും വില കൂടും. കാരണം ഇതെല്ലാം മണ്ണെണ്ണ, ഇത് പെട്രോളിയം ഉൽപ്പന്നമാണ്. ഇവനാണ് വെളിച്ചെണ്ണ. കണ്ട, ഇതെങ്ങനെ വെളിച്ചെണ്ണ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് എന്താ അറിയാവുന്ന കാര്യമുള്ളൂ. ഇതിനൊന്നും അവിടം വരെ ഒന്നും പോണ്ട. പണ്ട് നമ്മള് ഒരു 5-8 വർഷത്തിന് മുമ്പിട്ട് നെയ്യപ്പം, വട, സമോസ ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് പിറ്റേന്ന് വെച്ച് കഴിയുമ്പോൾ ഒരു മുറിക്കുമ്പോൾ ഒരു നൂല് വരുമായിരുന്നു. ഓർമ്മയുണ്ടോ? ഇപ്പൊ എന്തിയ നൂല്? നൂലെന്തിയേ? ഇങ്ങനെ മുറിക്കുമ്പോ ഒരു വലിച്ചൊരു നൂല് വരത്തില്ലായിരുന്നോ ഉണ്ണിയപ്പൊക്കെ ഇങ്ങനെ മുറിക്കുമ്പോ? അല്ല, അത് വലിച്ചിട്ടൊരു നൂല് വരില്ലായിരുന്നു. ഇപ്പൊ എന്തേ നൂല്? അല്ലല്ല, നല്ല വെളിച്ചെണ്ണയിലാണ് അല്ലെ പാമോയിലാണോ വറുത്തതെങ്കിൽ ആ നൂല് വരും. മണ്ണെണ്ണയിൽ വറുത്താ വരില്ല. ഇതിനകത്താണ് വറക്കുന്നത്. ഇതിന്റെ ക്രൂഡാണ് പാമോയില്. ഇപ്പൊ മനസ്സിലായോ? ഇതിന്റെ ക്രൂഡിനകത്തുനിന്ന് പ്രോസസ് ചെയ്ത് ആസിഡും ആൽക്കലിയും IPA കൂടെ ചേർത്ത് ട്രീറ്റ്മെന്റ് ചെയ്ത് സ്ട്രിപ്പറിൽ കൂടെ കഴിഞ്ഞിട്ട് തിളപ്പിച്ച് വാട്ടർ വാഷ് നടത്തി പെർക്കുലേഷൻ ചെയ്ത് എടുക്കുന്ന സാധനമാണ് ഈ സാധനം. മനസ്സിലായോ? ഇത് അപ്പോഴാണ് ഈ കളർ വന്നത്. ഇതിന്റെ മുമ്പിലത്തെ കളറാണ് നിങ്ങൾ പാമോയിൽ എന്നും പറഞ്ഞുകൊണ്ട് മേടിച്ച് കഴിക്കുന്ന സാധനം. അത് പാമോയിലൊന്നും അല്ല. ഒരു 4-5 മാസത്തിന് മുമ്പിട്ട് കൊച്ചിയിൽ ഒരു 80,000 ടൺ പാമോയിലെന്ന് പറഞ്ഞ് ഓർമ്മയുണ്ടോ? പത്രത്തിലൊക്കെ വായിച്ചായിരുന്നോ? കാക്കനാട്ടിൽ നിന്ന് സാർമാര് പോയിട്ട് പരിശോധിച്ചിട്ട് പറഞ്ഞു ഇത് കുടിക്കാൻ കൊള്ളില്ല, ഇതിനകത്ത് മണ്ണെണ്ണയുടെ വാറിയെടുക്കുന്നതെന്ന് പറഞ്ഞു. അന്നേരം അവർ പറഞ്ഞു 3 ദിവസം കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു കുഴപ്പമില്ല, ഇപ്പൊ കഴിക്കാം, കുടിച്ചോളാം. 3 ദിവസം മുമ്പിട്ട് പറഞ്ഞതും അവരാണ്, 3 ദിവസം കഴിഞ്ഞിട്ട് പറയുന്നവരാണ്. ഇതിന്റെ ഇടയ്ക്ക് എന്താ നടന്നത് നമുക്ക് ഊഹിക്കാവുന്നല്ലേ ഉള്ളൂ, ഇല്ലേ? ഇതൊക്കെ തിന്നുന്ന ആരാണെന്ന് അവരാ പറയുന്നത്. തിന്നു, കുടിച്ചു. നിങ്ങൾക്ക് വേറെ ഭയങ്കര തമാശ പറഞ്ഞുതരാം. ഇന്ത്യൻ ഭരണഘടനയിൽ മായം ചേർക്കുന്നവനെ പിടിക്കാൻ നിയമം ഇല്ല. ആദ്യം പഠിച്ചു വെച്ചോളൂ, ഇത് നോട്ട് ചെയ്ത് വെച്ചോളൂ ഈ പോയിന്റ്. മനസ്സിലായോ? മായം ചേർക്കാൻ പറഞ്ഞുതരാം എങ്ങനെയാണ്. ഞാനവിടെ കാക്കനാട്ട് പോയി ഞാൻ കാണിച്ചേ. ഈ കാക്കനാട്ട് സർക്കാരിന്റെ അനാലിറ്റിക്കൽ ലാബിൽ പോയിട്ട് എല്ലാം നിരത്തി ഞാൻ. മനസ്സിലായോ? ഇതെല്ലാം നിരത്തിയവരെടുത്ത് നേരത്തെ അവരാ പറഞ്ഞേ വൈദ്യരെ കൂടുതലൊന്നും പറയണ്ട, ഇവിടെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റും. ഞാൻ പിന്നെ നിങ്ങൾ ഡിപ്പാർട്ട്മെന്റ് എന്തിനാ? ഈ ഡിപ്പാർട്ട്മെന്റിന്റെ ആവശ്യം കളക്ടീരാ. നിങ്ങളുടെ കടക്കാരന്റെ അടുത്തിന്റെ സാമ്പിൾ എടുത്തുകൊണ്ട് പോന്നേ. മനസ്സിലായ? അത് അവരെയാണ് ശിക്ഷിക്കുന്നത്. മേലെ ഇരിക്കുന്നതിനെ പിടിക്കാൻ വകുപ്പില്ല. അല്ല, മനസ്സിലായ? അത് കഴിഞ്ഞിട്ട് മായം ചേർക്കാൻ നിയമമുണ്ട്. എങ്ങനെയാണെന്നറിയോ? ഒരു ചാക്ക് അരിക്കകത്ത് 1/2 കിലോ വരെ കല്ലും മണ്ണും അനവദനീയമാണ്. അല്ല, മനസ്സിലായ? അപ്പൊ ഇല്ലാത്ത കല്ലും മണ്ണും വാരി ഇടാൻ വരെ അതിനകത്ത് നിയമമുണ്ട്. വകുപ്പില്ല, ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ എവിടെ പോയി കംപ്ലൈന്റ്? ആരോടാ കംപ്ലൈന്റ് ചെയ്യുന്നത്? കടക്കാരനെ പിടിക്കത്തുള്ളൂ. അവർ കൊല്ലറിയോ അവൻ എന്താ ചെയ്തത് കൊണ്ട് വന്നേക്കുന്നതെന്ന്? ഇന്ത്യൻ